നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഡ്രാമയുടെ പേരാണ് ലവ് 911. ഇതിന്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മളിപ്പോ കാണുന്നത്. ഫസ്റ്റ് ചാനൽ കയറി കണ്ടതിന് ശേഷം സെക്കൻഡ് പാർട്ട് കാണുക. നമുക്കിനി കഥയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഏഞ്ചൽ ഡ്രാമ ടോക്കിംഗ്. കഥയുടെ തുടക്കം കാണിക്കുന്നത് സു കിമ്മിനെ കണ്ടുപിടിച്ച് കിമ്മിന്റെ അടുത്ത് വന്ന് സു ഡോക്ടറാണെന്നും അന്ന് ഹോസ്പിറ്റലിൽ നടന്നത് എന്താണെന്നും എങ്ങനെയാണ് ഈ മുറിവ് വന്നത് എന്നും പറഞ്ഞ് കിള്ളിക്കിഴിഞ്ഞ് അവനോട് ഓരോന്ന് ചോദിക്കുകയായിരുന്നു. ആ ചോദ്യം കേട്ടപ്പോഴേ കിമ്മിന് കാര്യം മനസ്സിലായി. ഞാൻ ഒരിക്കലും തന്റെ കൂടെ നിൽക്കുകയെന്നും ഞാൻ നിൽക്കുവാണെങ്കിൽ അത് ആ ഹസ്ബൻഡിന്റെ കൂടെ നിൽക്കത്തുള്ളൂ എന്നും പറഞ്ഞ് തിരിച്ചു സുവിനോട് വഴക്ക് പിടിച്ചു. പക്ഷെ സു പറഞ്ഞു അയാൾ ഒരു റൗഡിയാണ്, ഭാര്യനെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു. കിമ്മ് പറഞ്ഞു തന്റെ ഭാര്യ മരിക്കാൻ കിടക്കുമ്പോൾ അയാൾ ചെയ്തത് എന്താ തെറ്റ് എന്ന് പറഞ്ഞ് നീ ഇനി എന്റെ പുറകെ വരരുത് എന്ന് സുവിനെ ഓടിച്ചു വിട്ടു. പിന്നീട് കൂട്ടുകാരിയുമായിരുന്നു സംസാരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. കൂട്ടുകാരിയോട് പറയുന്നുണ്ട് കിമ്മിനെ എങ്ങനെയും ഞാൻ വളച്ചെടുക്കും. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് കിമ്മ് ഫ്രണ്ട്സുമായിട്ട് ഓടി വന്ന് ഒരു ലോറി മറഞ്ഞു കിടക്കുന്നതും അവിടെ കോഴിക്കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തുന്നതുമാണ്. അപ്പോഴേക്കും സു അങ്ങോട്ട് ചെന്ന് കിമ്മിനോട് സംസാരിക്കാൻ തുടങ്ങി. എന്റെ പേര് സു, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, നിങ്ങളെ പുറകെ ഞാൻ നടക്കുകയും ചെയ്യും എന്നും പറഞ്ഞ് അവനോട് ഓരോന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കി. അവൻ കൈപൊക്കി അവളെ തല്ലാൻ നോക്കി. പക്ഷെ ചെറിയൊരു അടി കൊടുത്ത് അവൻ മാറി നിന്നു. പിന്നീട് കാണിക്കുന്നത് സു ഒരു ബ്രിഡ്ജിന്റെ മേളിൽ നിന്ന് എടുത്ത് ചാടാൻ നിൽക്കുന്നതാണ്. കിമ്മും കൂട്ടുകാരും അവിടെയുണ്ട്. കിമ്മിന്റെ കൂട്ടുകാരൻ കിമ്മിനെ പിടിച്ച് അവിടെ അടുത്തോട്ട് നീക്കി നിർത്തി. അവൾ പെട്ടെന്ന് പാലത്തിന്റെ താഴേക്ക് വീഴുന്ന ഒരു സീനാണ്. അവൾ വീഴാൻ നിൽക്കുമ്പോൾ കിമ്മ് പിടിച്ച് സു പറഞ്ഞു എന്റെ സ്കേർട്ട് പൊങ്ങുവാണ്, നീ അങ്ങോട്ട് നോക്കരുത്. അവൻ പറഞ്ഞു ഞാൻ നോക്കാൻ ഇനി ഞാൻ എങ്ങനെ രക്ഷിക്കും. വീണ്ടും വീണ്ടും അവൻ നോക്കരുത് എന്ന് അവൾ പറഞ്ഞാൽ അവൻ രക്ഷിക്കാൻ വേണ്ടി അവൻ കഴിവതും ശ്രമിക്കുകയാണ്. പിന്നെ കാണിക്കുന്ന പോലീസ് സ്റ്റേഷനാണ്. അവിടെ ഇരുന്ന് അവൾ ആ പോലീസുകാരോട് ഓരോന്ന് സംസാരിക്കുന്നതാണ്. ഞാൻ ഒരിക്കലും സൂയിസൈഡ് ചെയ്യാൻ നോക്കിയതല്ല, എനിക്ക് അവനെ ഇഷ്ടമാണ്, അവനെ വീഴ്ത്താൻ വേണ്ടി അവന്റെ പിറകെ നടക്കുകയാണ്. അത് കേട്ട് പോലീസുകാർ പറഞ്ഞു ഇങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല, നീ 2000 രൂപ അവിടെ പെറ്റി അടിച്ചിട്ട് പൊക്കോളൂ. പിന്നെ കാണിക്കുന്ന കിമ്മിനെയാണ്. കിമ്മും കൂട്ടുകാരും തിരിച്ചു പോകുന്ന വഴിക്കും സീജൻ ചോദിച്ചു നിനക്ക് നാണമില്ലേ, ഒരു പെണ്ണിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവിടേണ്ട കാര്യമുണ്ടോ, ഇപ്പോൾ ഒരു സമാധാനമായത് എന്ന് പറഞ്ഞ് കിമ്മു ചിരിച്ചുകൊണ്ട് പോയി. പിന്നീട് കാണിക്കുന്ന പോലീസുകാരുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന സുവിനെയാണ്. സു അവരോട് പറഞ്ഞു എന്റെ കയ്യിൽ ഇപ്പൊ 2000 രൂപയില്ല, ഞാൻ വോളണ്ടിയർ ആയിട്ട് അവരുടെ കൂടെ കൂടിയാൽ മതിയോ. അത് കേട്ട് പോലീസുകാരൻ പറഞ്ഞു തീർച്ചയായും അങ്ങനെ ചെയ്താൽ മതി. പിന്നെ സു കൂട്ടുകാരിയുമായിട്ട് വോളണ്ടിയർ ആയി ജോലി ചെയ്യാൻ കിമ്മിന്റെ കൂടെ ചെല്ലുന്നതാണ് കാണിക്കുന്നത്. അവിടെ നിൽക്കുമ്പോൾ കിമ്മിന്റെ കൂട്ടുകാരന് സാറയുടെ ഒരു താല്പര്യം തോന്നുന്നു. അവരവിടെ നിന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. പിന്നീട് സു പറഞ്ഞു ഞാൻ എങ്ങനെയും കിമ്മിനെ വീഴ്ത്തും. കിമ്മ് സാറയെ കണ്ട് ദേഷ്യപ്പെട്ടു. പിന്നീട് ഷൗഷി സുവിനോടും സാറയോടും കൃത്രിമശ്വാസം എങ്ങനെയാ കൊടുക്കേണ്ടതെന്നൊക്കെ പഠിപ്പിക്കാൻ പറഞ്ഞ് ഡമ്മി ഇട്ട് കൊടുത്തു. പക്ഷെ അത് കണ്ട് ഇഷ്ടപ്പെടാതെ സീജൻ വന്നു പറഞ്ഞു കുറെ നാളായില്ലേ ഡമ്മി കിടന്ന് പണിയുന്നത്, ഇനി നേരിട്ട് ചെയ്യാൻ പറഞ്ഞു. അവൻ അവിടെ കിടന്നു കൊടുത്തു. സാറയ്ക്ക് അത് കണ്ട് ദേഷ്യം വരുന്നുണ്ട്, പക്ഷെ ഒന്നും മിണ്ടാൻ പറ്റുന്നില്ലല്ലോ. സു പറഞ്ഞു നീ അത് ചെയ്യാൻ പറഞ്ഞു. ഉടനെ സാറ് അവന്റെ അടുത്തോട്ട് വരുംതോറും അവൾക്കാകെ ദേഷ്യമാണ്. പക്ഷെ എങ്ങനെയും ചെയ്യണം. ഷൗഷിക്ക് കണ്ടാലും ഇഷ്ടമില്ല, പക്ഷെ അവൾക്കും ഒന്നും മിണ്ടാൻ പറ്റാതെ ചെയ്യ് എന്ന് പറഞ്ഞു. അത് കണ്ട് ചെയ്യാൻ അടുത്ത് വരുമ്പോഴേക്കും സീനിയർ വന്നിട്ട് അവരെ വിളിച്ചു. അപ്പോൾ ഉടനെ ദേഷ്യത്തിൽ സീജൻ പറഞ്ഞു ആവശ്യമില്ലാത്ത സമയത്ത് കറക്റ്റ് ആയിട്ട് എത്തിക്കോളും. അത് കേട്ട് എല്ലാവരും ചിരിച്ചു. പിന്നീട് ഒരാൾ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടാൻ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അവിടെ നിൽക്കുന്ന കിമ്മിനോട് സീനിയർ പോയി നോക്കാൻ പറഞ്ഞു. കിമ്മ് മിണ്ടാതിരിക്കാൻ കാണിച്ചപ്പോൾ സീനിയർക്ക് ദേഷ്യം വന്നു. സീനിയർ അവനോട് വഴക്കു പിടിക്കുമ്പോൾ ആ സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞു എല്ലാ പ്രാവശ്യവും ഇങ്ങനെയാണ്, മാസത്തിലൊന്ന് ഇയാൾ ഇതിന്റെ മേളിൽ കയറി നിൽക്കും. ഉടനെ കിമ്മ് അയാളുടെ പിറകെ ചെന്നു. അത് കണ്ടപ്പോൾ അയാൾ താഴോട്ട് വീഴാൻ നോക്കി. പറഞ്ഞു ഞാൻ അടുത്തോട്ട് വരുന്നില്ല, നിങ്ങൾ പുറകോട്ട് വരൂ. കിമ്മു മാറുന്നത് കണ്ടപ്പോൾ അയാൾ തിരിച്ചു വരാൻ നോക്കി. പിന്നീട് കിമ്മിനെ നോക്കുമ്പോൾ ഞാൻ ചാടും, എന്റെ അടുത്ത് വരരുത് എന്ന് പറഞ്ഞു. അത് കേൾക്കാതെ കിമ്മ് അയാളുമായിട്ട് താഴോട്ടെടുത്ത് ചാടി. എല്ലാവരും ഞെട്ടിപ്പോയി. പിന്നീട് കാണിക്കുന്നത് സു കിമ്മിനോട് വന്ന് എപ്പോഴും ഇങ്ങനെയാണോ, എത്ര റിസ്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവൻ ആപത്തല്ലേ, എന്റെ ജോലി അതാണ്, അതുകൊണ്ട് ഞാൻ അത് ചെയ്തിരിക്കും. ഇത് കേട്ട് നിന്ന സീനിയർ പറഞ്ഞു ചില ഭ്രാന്തന്മാരങ്ങനെയാണ്, എല്ലാവരും റെഡി ആയിട്ട് വരൂ നമുക്ക് പോകാം. അത് കേട്ട് സു ചോദിച്ചു ഞങ്ങൾക്ക് ഇതുവരെ ഒരു വെൽക്കം പാർട്ടി പോലും തന്നില്ലല്ലോ എന്ന്. ഉടനെ സീജൻ പറഞ്ഞു ശരിയാ, ഞങ്ങൾ കൂടെ വരാം, ഞങ്ങൾക്ക് എല്ലാവർക്കും ഫുഡ് വാങ്ങിച്ചു തരണം. അത് കേട്ട് കിമ്മു പറഞ്ഞു നിങ്ങൾ എല്ലാവരും അങ്ങോട്ട് പൊക്കോളൂ, ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം. ഇത് എല്ലാവരും ഫുഡ് കഴിക്കാൻ ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. അവിടെ നിന്ന് ഡോക്ടറോട് സീജൻ ചോദിക്കും ഡോക്ടർ എന്നാ ഭയങ്കര തിരക്കിലാണോ. സാറേ അപ്പോൾ പറയും അതെ ഞങ്ങൾ ഡോക്ടർമാരല്ലേ, നല്ല തിരക്കുണ്ട്. ഇത് കേട്ട് സു പറഞ്ഞു ഞങ്ങൾക്ക് തിരക്കുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വോളണ്ടിയർ ആകുന്നത്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിന് വന്നത്. അത് കേട്ടിരുന്ന സീജൻ ബാത്റൂമിലേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോയി. ഉടനെ തന്നെ സു കിമ്മിന്റെ അടുത്ത് ചെന്നിരുന്നു. കിമ്മി ചോദിച്ചു നീ എന്നെ വളയ്ക്കാൻ എന്റെ അടുത്ത് ഇരിക്കുവാണോ, എന്നത്തിനാണ് എന്നെ ഫോളോ ചെയ്യുന്നത്. അത് കേട്ട ഉടനെ സു പറഞ്ഞു നിങ്ങൾ അങ്ങനെയാണ് വിചാരിക്കുന്നെങ്കിൽ ശരിയാ, ഞാൻ നിങ്ങളെ ഫോളോ ചെയ്യുക തന്നെയാണ്. അത് കേട്ട് സീജനും എല്ലാവരും കൂടെ ചിരിച്ചു കൈയടിച്ചു. സുവിന് സന്തോഷമായി.
പക്ഷെ കിമ്മിന്റെ മുഖം വല്ലാതെ ഇരിക്കുകയായിരുന്നു. സൂ സാറയോട് പറഞ്ഞു, നീ ഇവരുടെ കൂടെ പൊക്കോളൂ, ഞാൻ കുറച്ചു കഴിയുമ്പോ വന്നോളാം. അത് കേട്ട് സാറ കാറിലേക്ക് കയറാൻ നിന്നപ്പോൾ സീജൻ കാറിലേക്ക് കയറി. അതിന്റെ പുറകെ ഷൗഷിയും. അങ്ങനെ അവർ പോയി. ഹായ് കൂട്ടുകാരെ, ഈ വീഡിയോ കണ്ടു കഴിഞ്ഞവര് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നതോടെ സീ യു സൂൺ.